എന്റെ സമുദായം 73 വിഭാഗമായി തീരും. എന്റെ സമുദായം 73 വിഭാഗമാകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. 72 നരകത്തിലാകുന്നു, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ സ്വർഗത്തിലേക്ക് പോകുന്നവർ? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാകുന്നു. അല്ലാത്ത 72 പേരും, 2 പ്രസ്ഥാനവും 72 വിഭാഗവും അവർ നരകത്തിലാകുന്നു. ഖാല റസൂലുള്ളാഹി, ആ 72 വിഭാഗം ആരാന്നറിയോ? ഉമ്മത്തി, എന്റെ ഉമ്മത്താണ്. ഖുർആന്റെ ആളുകളാണെന്ന് പറയുന്നവരാണ്, സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവരാണ്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ തൗഹീദിലേക്കും സ്വർഗത്തിലേക്കും ക്ഷണിക്കുന്നവരാണ്. താടി വെച്ചവരാണ്, ആയത്തോതുന്നവരാണ്, പള്ളി നിർമ്മിക്കുന്നവരാണ്, പള്ളിയിൽ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്. പക്ഷേ കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ നരകത്തിലാകുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സത്യമുള്ളൂ, അത് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുന്ന ഏക പ്രസ്ഥാനമുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞതല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി 14 നൂറ്റാണ്ട് മുമ്പ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള വഴികൾ പഠിപ്പിച്ചു തന്ന, അല്ലാഹു പറഞ്ഞയച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ, പുതുമുസ്ലിമായിട്ട് വരുന്നവർ അഹ്ലുസ് സുന്നത്തിൽ മാത്രമേ ഉൾപ്പെടാവൂ, അല്ലെങ്കിൽ അബദ്ധത്തിൽ പെട്ടുപോകും. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം, സുന്നികളല്ലാത്തവർ അവർ നിസ്കരിക്കുന്നുണ്ടല്ലോ, താടി വെക്കുന്നുണ്ടല്ലോ, നോമ്പ് തോൽക്കുന്നുണ്ടല്ലോ, സ്വതക്ക ചെയ്യുന്നുണ്ടല്ലോ, പള്ളി ഉണ്ടാക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് അതിന് മറുപടി പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്ആ, പുത്തൻവാദിയായ ആള്, ബിദ്അത്തുകാരൻ, ആരാ? സുന്നി അല്ലാത്തവൻ, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. എന്ത് സ്വീകരിക്കൂല? സൗമൻ, അവന്റെ നോമ്പ് സ്വീകരിക്കൂല. വലാ സ്വദഖതൻ, അവന്റെ സ്വദഖ സ്വീകരിക്കൂല. വലാ സ്വലാത്തൻ, അവന്റെ നിസ്കാരം സ്വീകരിക്കൂല. അവർ നിസ്കരിക്കൂല എന്നല്ല റസൂൽ പറഞ്ഞത്, നോമ്പ് നോൽക്കൂല എന്നല്ല, സക്കാത്ത് കൊടുക്കൂല, സ്വദഖ കൊടുക്കൂല എന്നല്ല. അവരുടെ സക്കാത്ത് ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുക്കും, റിലീഫ് കിറ്റുകൾ കൊടുക്കും, ഓണത്തിനും പെരുന്നാളിനും സദ്യക്കൊക്കെ കൊടുക്കും. പക്ഷേ ലാ യഖ്ബലുല്ലാഹ്, ഹബീബ് റസൂല് പഠിപ്പിക്കുക, അല്ലാഹു അത് സ്വീകരിക്കൂല. വലാ ഹജ്ജൻ വലാ ഉംറ, അവരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കൂല. വലാ ഉംറതൻ, ഉംറയും അല്ലാഹു സ്വീകരിക്കൂല. നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും സക്കാത്തും ഒന്നും സ്വീകരിക്കൂല. റസൂല് പറയാണ്, വലാ സർഫൻ വലാ അദ്ലാ, ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്താണ് ഈ സർഫ് വലാ അദ്ൽ എന്ന് പറഞ്ഞ? സുന്നത്തോ ഫർളോ ആയ ഇബാദത്തുകൾ അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് ആകുന്ന സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരുണ്ടോ അവർക്ക് മാത്രമേ സ്വർഗ്ഗമുള്ളൂ. പുത്തൻവാദികളാണോ, അവർ നരകത്തിലേക്ക് പോകും. അവർ നിസ്കരിക്കുന്നില്ലേ, നോമ്പ് നോൽക്കുന്നില്ലേ, മക്കന ധരിക്കണില്ലേ, പള്ളി ഉണ്ടാക്കണില്ലേ, എഴുത്തിക്കാപ്പിരിക്കുന്നില്ലേ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, അത് അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് അത്തരം ബിദ്അത്ത് പ്രസ്ഥാനത്തിൽ അകപ്പെട്ടു പോകുന്നത് നമ്മൾ എല്ലാവരും സൂക്ഷിക്കണം. പടച്ചവൻ നമ്മളെ എല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും, ഖിയാമത്ത് നാൾ വരെയുള്ള കുടുംബ സന്താന ശിഷ്യ പരമ്പരകളെയും അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. യഥാർത്ഥ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിൽ അവരെ അടിയുറപ്പിച്ചു നിർത്തട്ടെ. ഉസ്താദേ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം അൽഹംദുലില്ലാ നല്ലതാണ് എന്നറിയും, അതിൻ്റെ ഒരു വിശ്വാസിയും കൂടിയാണ് ഞാൻ. എൻ്റെ പ്രബലമായ ഒരു സംശയം, എല്ലാ ഉസ്താദുമാരും അഹ്ലുസുന്നത്ത് ആദർശ സ്വർഗത്തിലും
മറ്റുള്ള മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ടവർ കുല്ലുകും നാറ എന്ന് പറഞ്ഞ പോലെ ആണെങ്കിൽ സ്വന്തം മക്കളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഇതേ അഖിലുസുന്നത്തിന്റെ ആദർശത്തിൽപ്പെട്ട ഉസ്താദുമാർ തന്നെ തയ്യാറാകുന്നുണ്ടല്ലോ, അതിന്റെ വശങ്ങൾ എന്താണ്? മുജാഹിദ് ജമാഅത്ത് ഉൾപ്പെടെയുള്ള ബിദ്അത്തുകാർക്ക് സ്വന്തം മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞു? അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ വ്യത്യസ്ത ആദർശം പറയുന്നതിനിടയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശപ്പെട്ടവർ തന്നെ അത് പഠിച്ച പണ്ഡിതന്മാർ തന്നെ മക്കളെയോ മഹല്ലിലെ പെൺകുട്ടികളെയോ മുജാഹിദ് മാലത്തിലും ജമാഅത്ത് മാലത്തിലും ആവശ്യപ്പെട്ടാൽ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നില്ലേ? അത് ശരിയാണോ തെറ്റാണോ? അത് പാടില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയല്ല. ഗൗസുൽ ആലം ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കിതാബുൽ ഹുഞ്ഞത്താണ് എന്റെ കയ്യിൽ. അതിലാണ് ഷെയ്ഖ് ജീലാനി പറയുന്നത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തീരുമാനമായി മഹാൻ വ്യക്തമായി വളരെ വ്യക്തമായി പഠിപ്പിച്ച ആശയങ്ങളിൽ പെട്ടതാണത്. അവരോട് എല്ലാ അർത്ഥത്തിലും നമ്മൾ എതിരായി നിൽക്കണം. ലിഅന്നാ മഅ്മൂറൂന ബിമുഹാജറതിഹിം. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ് എന്ത്? ലിഅന്നാ മഅ്മൂറൂന, നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ് ബിമുഹാജറതിഹിം, പുത്തൻവാദികളോട് വെടിഞ്ഞു നിൽക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, അവരെ കണ്ടാൽ സലാം പറയാൻ പാടില്ല, അവരുടെ സന്തോഷവേളകളിൽ അവർക്ക് ഭാവുകങ്ങൾ നേരാൻ പാടില്ല, അതുപോലെ തന്നെ അവരുമായി കൂടി പെരുമാറാൻ പാടില്ല, അവരുമായി വൈവാഹിക ബന്ധം നടത്താൻ പാടില്ല, അവരുമായി തുറന്ന് നിസ്കരിക്കാൻ പാടില്ല, അവരുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാനും പാടില്ല എന്ന് ഇമാമുകൾ പറയാനുള്ള കാരണം ഇതാ. ഇത് നമ്മളെ ഒരു കാന്തപുരം ഉസ്താദ് പറഞ്ഞ കാര്യമൊന്നുമല്ല. ഗൗസുൽ ആലം ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞതാണ്, ഇമാം നബവി പറഞ്ഞതാണ്, മഖ്ദൂം തങ്ങൾ പറഞ്ഞതാണ്, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗൽഭനായ പണ്ഡിതൻ അവർ പറഞ്ഞതാ. തന്റെ അസ്സവാഇഖുൽ മുഹരിഖ ഫി റദ്ദി അലാ അഹ്ലി സൈഖി വസ്സന്ദഖ എന്ന കിതാബിൽ പറഞ്ഞതാ. എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പാടില്ല, അത് വെടിഞ്ഞു നിൽക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. ഒരു സാധാരണക്കാരന് ചോദിക്കാൻ അവകാശമായ ഒരു ചോദ്യമാണ് ഞാൻ ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത്. നമ്മൾ സുന്നിക്കാർ പല ഖബർ സിയാറത്തും നടത്താനായി പല പള്ളികളിലും പോകാറുണ്ട്. അവിടെ പോയിക്കൊണ്ട് അവിടെ മറവിട്ട് കിടക്കുന്ന ആളുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് നമ്മളുടെ പാപങ്ങൾ പൊറുക്കണം എന്ന് പറയുന്നതിൽ എന്താണ് ഒരു ശരിയുള്ളത്? അതായത് ഒരു സാധാരണക്കാരൻ അതിലേ ശരിയുള്ളൂ. ഞാൻ പറയേണ്ട ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മഹാൻ അവർകൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ എത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് നിന്നുകൊണ്ട് പറയേണ്ടത് എന്താ? മഹാൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നക ഖുൽത ഫീ കിതാബിക ലിനബിയിക, നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നീ അന്നിന്റെ പ്രവാചകനോട് പറഞ്ഞതാണ്, വലൗ അന്നഹും ഇളറമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ വചനമാണ്. നിന്റെ ഖുർആനിൽ നീ അങ്ങനെ പറഞ്ഞതാണ്. എന്താ അതിന്റെ അർത്ഥം? തെറ്റു ചെയ്ത ആളുകൾ ഹബീബിന്റെ ചാരത്ത് വന്നുകൊണ്ട് തങ്ങളോട് റെക്കമെൻഡ് തേടിയാൽ ആ നബി തങ്ങൾ അവർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുകയും ചെയ്താൽ അല്ലാഹു അവരുടെ ദോഷങ്ങൾ പൊറുത്തു കൊടുക്കുന്നു. ഈ ആയത്ത് പറയുകയാണ്. ഈ ആയത്ത് ഓതണം. എന്നിട്ടോ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് എത്തിയാൽ ദോഷം ചെയ്തവർ പറയണം, ഇന്നി അതൈതു ബൈതക, പടച്ചോനെ ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു, തായിബം മിൻ ദുനൂബി, എന്റെ ദോഷത്തെ തൊട്ട് ഞാൻ പൊറുക്കലിനെ തേടിക്കൊണ്ട് വന്നതാണ്, മുസ്തഗ്ഫിറൻ ഫഅസ്അലുക, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ തൂജിബലി അൽ മഗ്ഫിറ, എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, പാപമോചനം നൽകണേ അല്ലാ എന്ന് പറയണം. എന്നിട്ട് ഇനിയാണ് നമ്മുടെ പോയിന്റ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അതവജ്ജഹു ഇലൈക, ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു,
ബിനബിയിക അലൈഹി സലാമുക നബിയ്യിർ റഹ്മാ. കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാനിതാ മുന്നിടുന്നു. യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, വഫാത്തായ നബി തങ്ങളെ വിളിക്കണം. എന്നിട്ടോ ഇന്നി അതവജ്ജഹു ബിക, ഖബറിലുള്ള റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് റസൂലിനോട് പറയാ, നബിയേ തങ്ങൾ മുഖേന ഞാനിതാ മുന്നിടുന്നു. ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് മുന്നിടുന്നു. ലിയഗ്ഫിറ ലീ ദുനൂബി, എന്റെ ദോഷം പൊറുത്തു കിട്ടാൻ വേണ്ടി തങ്ങൾ മുഖേന മുന്നിടുന്നു. കഴിഞ്ഞില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചവനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ബിഹഖിഹി, മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അൻ തഗ്ഫിറ ലീ വതർഹമനീ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, നീ എനിക്ക് കാരുണ്യം ചൊരിയണേ അല്ലാ എന്ന് റസൂലുള്ളാഹിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് തവസ്സുൽ ചെയ്ത് തശഫുൾ ചെയ്ത് റസൂലുള്ളാഹിനെ വിളിച്ച് പാപമോചന പ്രാർത്ഥന നടത്തണം എന്ന് ഇമാമുകളൊക്കെ പഠിപ്പിക്കുന്നു. ഗൗസുൽ ആലം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കിതാബാണിത്. നബവി ഇമാമിന്റെ ശർഹുൽ മുഹദ്ദബിൽ അത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. വയതവസ്സലു ബിഹി, അല്ലാഹു റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു, റസൂലിനോട് റെക്കമെൻഡ് ആവശ്യപ്പെടുകയും ചെയ്യണം. ഇതിന്റെ 213-ാമത്തെ പേജിൽ പറയുന്നു. എല്ലാ കിതാബിലും പറയുന്നുണ്ട്. അതെന്തിനാണ്? അത് നമ്മുടെ ദോഷം പുറത്ത് കിട്ടൽ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. എന്താ? ലോകം പടയ്ക്കാൻ കാരണക്കാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ മറ്റു പണ്ഡിതന്മാരെ അവിടെ പോയിക്കൊണ്ട് അവരുടെ ഹക്ക് ജാഹ് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നു. അതെന്തിനാണ്? അതുകൂടി പറയാം. അത് റസൂലുള്ളാഹി തങ്ങളല്ല, നബി അല്ലെങ്കിലും അവർ വലിയ ഔലിയാക്കളാണ്. അള്ളാഹുവിന്റെ അരികിൽ വലിയ സാമീപ്യമുള്ള മഹാത്മാക്കളാണ്. നമ്മൾ ദോഷികളാണ്. ഞാൻ പാവമാണെങ്കിലും മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മഹാനാണ്, മഹത്തുക്കളാണ്. അവർ എന്നെ പോലെയല്ല. സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ, സയ്യിദവർ തായും ബാവയുമാണോവർ. അവർ ഔലിയാക്കളുടെ ചക്രവർത്തിയാണ്, ഔലിയാക്കളുടെ രാജാവാണ്. അപ്പൊ വലിയ മഹാനാണ്. അവരെ മുൻനിർത്തി പടച്ചോനെ, ഞാൻ മോശക്കാരനാണെങ്കിൽ അവരൊക്കെ നിന്റെ അടുത്തുള്ള ആളുകളാണ്, നിന്റെ സമീപസ്ഥരാണ്. അതുകൊണ്ട് നീ അവരെ ബറക്കത്ത് കൊണ്ട് എന്റെ ദോഷം പുറത്തു തരണേ. അങ്ങനെ അതിനാണ് ഉസ്താദ് ആദ്യം പറഞ്ഞ ഹദീസില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യാനുള്ള അവകാശമുള്ളത്. ഉസ്താദ് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളെ വകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ഉസ്താദ് നേരത്തെ പ്രസംഗിച്ചപ്പോ പറഞ്ഞല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ച് പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിച്ചാലേ നമുക്ക് അതൊക്കെ നിങ്ങളെ വകയാണ്. പ്രാർത്ഥിക്കണം എന്നുള്ള പദം തന്നെ ഞാൻ പറഞ്ഞില്ല. മുഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, സഹായം ചോദിക്കണം എന്നാ. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് തേടുക, ദുആ അല്ലാഹുവിനോട്. നിങ്ങൾ അത് ഇല്ലാതൊക്കെ കൂട്ടി കുഴക്കണ്ട. ശരി, സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആനായി നമ്മൾ റെക്കമെൻഡിനായിട്ട് തേടണം. കറക്റ്റ്. അതാണല്ലോ ഹദീസിലെല്ലാം ഉള്ളത്. അപ്പൊ അത് മാത്രമല്ല, വേറെ ഉണ്ട്. അല്ല, ഔലിയാക്കളിനെ വിളിച്ചിട്ട് തേടണമെന്നും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന വല്ല ഹദീസും തെളിവുകളും എത്ര നിങ്ങൾ ഖുർആൻ തന്നെ ഉണ്ട്. അതല്ലേ ഔലിയാക്കളോട് നിങ്ങൾ സഹായിക്കുന്നവരാണ്. ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാക്കിഊൻ. നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹു ആകുന്നു. റസൂലുഹു, അപ്പൊ അള്ളാഹുവിനോട് സഹായം ചോദിക്കാം, സംശയമില്ലല്ലോ. ഇല്ല. റസൂലുഹു, അള്ളാഹുവിന്റെ റസൂലും നിങ്ങളുടെ സഹായിയാകുന്നു. റസൂലിനോടും സഹായം ചോദിക്കാം. ഈ റസൂൽ എവിടെയുള്ളത്? റസൂൽ എന്ന് നമ്മളെ കൂടെയില്ല. നമ്മളോട് അള്ളാഹ് പറയാ, ഇന്നമാ വലിയുക്കും, നിങ്ങളെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങളുടെ സഹായി ആരാണ്? റസൂലുഹു, അള്ളാഹിന്റെ റസൂലുമാകുന്നു. ഈ റസൂൽ എവിടെയുള്ളത്? മദീനത്താണുള്ളത്. റൗളാ ഷരീഫിന്റെ റൗളാ ഷരീഫിൽ, അവിടുത്തെ ഖബർ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടെ വിശ്രമിക്കുകയാണ്. ആ റസൂല്, ഖബറിലുള്ള റസൂല് നിങ്ങളെ സഹായിക്കുന്നതാണ്. റസൂലുഹു, ആ റസൂലും നിങ്ങളെ സഹായിക്കും. ഖുർആനാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ, നിസ്കാരം കർമ്മപ്രകാരം നിർവഹിക്കുന്ന കർമ്മങ്ങൾ വേണ്ടതുപോലെ ചെയ്യുന്ന ഈമാനിൽ കമാല് പ്രാപിച്ചിട്ടുള്ളവരും നിങ്ങളെ സഹായിക്കുന്നതാണ് ഖുർആൻ.
അപ്പൊ നിങ്ങൾ ഈമാനുൽ കമാൽ പ്രാപിച്ച ആ കർമ്മങ്ങൾ പ്രത്യേകം ചെയ്യുന്നവർ അവരാണ് യഥാർത്ഥ മഹാത്മാക്കൾ, മുത്തഖീങ്ങൾ, ഔലിയാക്കൾ എന്നൊക്കെ പറയുന്നത്. അവരോടും സഹായം ചോദിക്കാം. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആരാണ് ശാഫിഈ ഇമാം? നോക്ക് നിങ്ങൾ, നമുക്കറിയാലോ 7-ാം വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കിയ പണ്ഡിതനാണ്. ഹിജ്റ 150 ജനിച്ച മഹാനാണ്. ആ 150 ജനിച്ച ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആ ജനിച്ച ദിവസം തന്നെ വഫാത്തായ മഹാപണ്ഡിതനാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഇമാമുൽ അഅ്ലം ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്, നമുക്കറിയാമല്ലോ. അവരെ കുറിച്ച് ശാഫിഈ ഇമാം പറഞ്ഞതെന്താണ്? അൽ ഫുഖഹാ കുല്ലുഹും ഖിയാലു അബീ ഹനീഫ. ലോകത്ത് പിന്നീട് വന്ന സർവ്വ പണ്ഡിതരും അബൂ ഹനീഫ ഇമാമിന്റെ മക്കളാകുന്നു. അത്ര വലിയ ആളാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ. ആ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ ആ ശാഫിഈ ഇമാമും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. അവർ പരസ്പരം കാണാനുള്ള സൗഭാഗ്യമുണ്ടായില്ല. അബൂ ഹനീഫ ഇമാം വഫാത്താകുന്ന അന്നാണ് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അതുകൊണ്ടോ ശാഫിഈ ഇമാം പറയുന്നു, അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയുള്ളത് ബഗ്ദാദിലാണ്. മഹാൻ പറയുകയാണ്, ലാ തബറകു ബി അബീ ഹനീഫത യാജിഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ സായിറാ. ഞാൻ ബഗ്ദാദിലുള്ള അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറ എല്ലാ ദിവസവും ബഗ്ദാദിലാകുമ്പോ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അവരുടെ ജാറത്തിങ്കിലേക്ക് എത്തുന്നു. മാത്രമല്ല ഞാൻ ബറക്കത്തെടുക്കുന്നു. അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിലെത്തുന്നു, അവിടെ എത്തി ബറക്കത്തെടുക്കുന്നു. ശിർക്കാണ് എന്നല്ല, അത് റസൂലല്ലേ? അല്ല, റസൂലല്ലാത്ത അബൂ ഹനീഫ ഇമാം റസൂലല്ലല്ലോ. മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തവരാണ്. അവർ ജാറത്തിങ്ങൾ ചെന്ന് ചെയ്യുന്നത് ആരാ? ശാഫിഈ ഇമാമാണ്. ഖുർആൻ അറിയാത്തവരല്ല, മതം പഠിക്കാത്തവരല്ല. എന്നിട്ട് ശാഫിഈ ഇമാം പറയുന്നു, ഫൈദാ അറദത് ലീ ഹാജത്തുൻ, എനിക്ക് പ്രത്യേകമായി വല്ല ആവശ്യവും വന്നാൽ സ്വല്ലൈതു റക്അതൈനി, 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. വജിഅതു ഇലാ ഖബ്രിഹി, നിസ്കാരം കഴിഞ്ഞിട്ട് ഉദ്ഉനി അസ്തജിബു ലക്കും എന്ന ആയത്ത് 7-ാം വയസ്സിൽ ഹിഫ്ളാക്കിയ മനപ്പാടാക്കിയ ആളാ ഞാൻ. പക്ഷെ അവിടുന്ന് ഞാൻ ദ്വാർക്കൂല. ഞാൻ എങ്ങോട്ടാ പോകുന്നത്? വജിഅതു ഇലാ ഖബ്രിഹി, അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കലേക്ക് ഞാൻ പോകുന്നു. ആ ജാറത്തിങ്കൽ വെച്ചുകൊണ്ട് ഞാൻ ബസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, അവിടെ വെച്ച് എന്റെ ആവശ്യം ഞാൻ ചോദിക്കുന്നു. അവിടെ വെച്ച് ദ്വാരക്കുകയാണ്. അങ്ങനെ ആയാൽ ഫമാ തബഉദു അന്നി ഹത്താ തുഖ്ളാ, അവിടെ വെച്ച് ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു. നോക്കിങ്ങൾ, വഫാത്തായ റസൂലുള്ളാഹി അല്ലാത്തവരുടെ ഖബറിങ്കൽ ചെന്ന് അവരെ ബറക്കത്തെടുത്ത് അവരെ കൊണ്ട് ദ്വാരക്കുന്നു. അവിടുന്ന് ദ്വാരക്കുന്നു. അങ്ങനെ ആ ദ്വാന് ഉത്തരം കിട്ടുകയും ചെയ്യുന്നു. ഇതൊക്കെ ഇമാമികൾ പഠിപ്പിച്ചത് തന്നെയാണ്. ശിർക്കല്ല, തൗഹീദിന് വിരുദ്ധല്ല, കുഫറല്ല. ഈ സ്റ്റേജിൽ നിന്ന് ഒരുപാട് പൊട്ടത്തരങ്ങൾ, അബദ്ധങ്ങളാണ് ഞാൻ കേട്ടത് കംപ്ലീറ്റ്. ഇനിയിപ്പോൾ അത് എണ്ണിപ്പറയാൻ ഇപ്പോൾ എനിക്കൊണ്ട് ഓർമ്മ കിട്ടില്ല. ഇപ്പോൾ ഒരാൾ ഒരു മധ്യവയസ്കൻ വന്നിപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, എൻ്റെ അടുത്ത് ചോദിക്കേണ്ട. ഇതൊക്കെ ഒരു പഠിച്ച ഒരു ആൾ പറയേണ്ട, ആലിം പറയേണ്ട കാര്യങ്ങളല്ല. ഒന്നാമത്തത് കാരണം അതിനെപ്പറ്റി പ്രതികരിച്ചിട്ട് രണ്ടാമത്തെ കാരണം അങ്ങനെയാണ് പറഞ്ഞാൽ നിങ്ങളും വീട്ടിലിരിക്കേണ്ടവരാണ്. കാരണം എന്താ വെച്ചാല് ഇവിടെ വന്നിട്ട് അത് പറയാൻ പാടില്ല. കാരണം ഇവിടെ ഈ നിവാസികൾക്ക് ചോദിക്കാനുള്ള അധികാരവും ദീൻ അറിയാനും മനസ്സിലാക്കാനും. അതാ ഞാനും പറഞ്ഞത്. ഇവിടെ ചോദിച്ചത് ചോദ്യമാണോ നിങ്ങൾ പറയും? അതന്നെ നമ്മളെ വിഷയം. ഈ നാട്ടിലെ ആളുകൾക്ക് ദീൻ അറിയാൻ വേണ്ടി സംഘടിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തെങ്കിലും രണ്ടാമത് ചോദിക്കാം. നിങ്ങൾക്ക് എത്രയും ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നിങ്ങളെ പോലത്തെ ആളെ കിട്ടാൻ കാത്തുക. നമ്മളെ വിഷയം എന്താ അറിയോ? ഈ നാട്ടിലെ ആളുകൾക്ക് ദീന് പഠിക്കാനും
ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ആദർശപരമായ കാര്യങ്ങൾ ചോദിക്കാനുമുള്ള അവസരമാണിത്. നല്ല ശ്രദ്ധിക്കണം. എന്നിട്ട് ഇയാൾ ചോദിച്ചത് എന്താ? ഇവിടെ ആദർശപരമായ ഒരു ചോദ്യം ചോദിച്ചോ? നിങ്ങൾ പറയും. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. അയാൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? ദീനറിയാൻ വേണ്ട എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചോ? ഇവിടെ ഞാൻ പറഞ്ഞു ആദർശപരമായ ചോദ്യം ചോദിക്കേണ്ടത്. എന്നിട്ട് പോലും അതല്ലാത്ത 2-3 ചോദ്യങ്ങൾ വന്നു. വളരെ ലളിതമായിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ മറുപടിയും പറഞ്ഞു. വിഷയത്തിൽപ്പെട്ടതല്ലാത്തതായിട്ട് കൂടി ഞാൻ മറുപടി പറഞ്ഞു. ഇയാൾ ഇവിടെ വന്ന് പറഞ്ഞത് എന്താ? അയാൾ മറുപടി അയാൾ ചോദ്യം ചോദിക്കുക ചെയ്ത്. നിങ്ങൾ കേക്ക് ഇവിടെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടല്ലോ. അയാൾ ചോദ്യം എന്ത് ചോദ്യം അയാൾ ചോദിച്ചത്? അയാൾ ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളെ ഇതുണ്ടോ, ഈ ഇരിക്കുന്ന വലിയ വലിയ ഉലമാക്കളെക്കാളും വലിയ ആലിമായിട്ട് നിങ്ങൾ അങ്ങനെ പഠിച്ചത് ശരിയല്ല, നിങ്ങൾ എന്ത് ശരിയല്ല, അത് പറയാൻ അയാൾ ഇവിടെ വന്നത്. അങ്ങനെ ഞങ്ങളെ ഉപദേശിക്കാനും ഞങ്ങൾ ചെയ്ത് ശരിയല്ല അതിനല്ല ഈ വേദി. ഞങ്ങൾക്ക് തെറ്റുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വന്ന് വേറെ ഉപദേശിച്ചോളി. ഇവിടെ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഒരൊറ്റ ചോദ്യം ആൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അയാളെ പേറുകയാണെങ്കിൽ നിങ്ങൾക്കും അതേ ഗതി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ വിഷയം അതല്ല. നിങ്ങൾ ചോദ്യങ്ങൾ സുന്നി മുജാഹിദ് തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണോ നിങ്ങൾ ചോദിച്ചോളി. പിന്നെ സദസ്സിന്ന് മുഴുവൻ പൊട്ടത്തരാണ്. നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൊട്ടത്തരം പറയുന്നല്ലാതെ യഥാർത്ഥത്തിൽ പൊട്ടത്തരാവൂല. പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് ഇവിടുന്ന് ഒരു പൊട്ടത്തരവും പറഞ്ഞിട്ടില്ല. വല്ല പൊട്ടത്തരവും പറഞ്ഞിട്ടുണ്ടോ? അത് മുജാഹിദിന്റെ ഉദ്ധരണി വായിച്ചപ്പോ അതിലുള്ള പൊട്ടത്തരം ഉണ്ടാവും എന്നല്ലാതെ ഞങ്ങളെ പേർക്ക് ആ പൊട്ടത്തരം പറയണ്ട. ഇനി മൈക്കാൾക്ക് കൊടുക്കി ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. മറ്റേ വർത്താനല്ല ആ വാഗ്വിലാസം അതിന് ഈ വലിപ്പമുള്ള വേറെ ആളെ വെക്കേണ്ടി വരും. അത് ഇവിടെ നടക്കൂല. പറയും ചോദ്യങ്ങൾ വരട്ടെ. മുജാഹിദ് സുന്നി വിഷയങ്ങളുള്ള തർക്കമുള്ള ചോദ്യം. നിങ്ങളിവിടെ പറഞ്ഞു പല ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തി സംസാരിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു സഹാബിയെങ്കിലും ചെയ്യാത്ത പല അനാചാരങ്ങളും ഇന്ന് നമ്മൾ സുന്നികൾപ്പെട്ട ആൾക്കാർ ചെയ്യുന്നു. ഇത് കാരണം ഒന്നാമത് നബിനോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുമ്പോൾ അന്ന് അൻസാറുകൾ ഒരു സംഘം വേറെ ഭാഗത്ത് പോവുകയും അവിടെ തമ്പടിക്കുകയും അവിടെ ഒരു പുതിയ ഖലീഫ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരമാവില്ലെന്ന് ഒരു സഹാബിയും ചോദിച്ചിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടുമില്ല. അല്ലെ? ഇപ്പൊ നിങ്ങൾ പറയുന്നു നബി ഇതിന് ഷഫാത്ത് ചെയ്യും, നമ്മൾക്ക് ഷഫാത്ത് ചെയ്യില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ലോകാവസാനത്തിന്റെ സംഭവത്തിന് അത് ഓക്കെ. അതല്ല ഇവിടെ ചോദ്യം തേടാനോ ചോദ്യം. ഒന്നാമത്തത് മരിച്ചവരിന്റെ ഖബറിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥം. നിങ്ങൾ ഏതാ ഉദ്ദേശിച്ചത്? ഇപ്പൊ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. എങ്ങനെ? അള്ളാഹുവെ ഞങ്ങൾ പാവം ചെയ്തു, ഈ ഔലിയാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് അതിന് പുറത്തു തരണേ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം സഹാബികളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ബദർ യുദ്ധം ഉണ്ടായിട്ടുണ്ട്, മറ്റേ കന്തകം എന്നുള്ള പല മരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആരെങ്കിലും മറ്റുള്ള ഔലിയാക്കന്മാരോട് സഹായം ചോദിച്ചായിട്ട് നിങ്ങൾക്ക് ഖുർആനോ ഹദീസൊന്നോ ഉദ്ധരിക്കാൻ കഴിയും? ഇതാണ് ചോദ്യം. ഇതിനിപ്പോ ഇത്ര ഗൗരവമായിട്ട് ചോദിക്കണ്ടല്ലോ, ലളിതമായ ചോദ്യം അല്ല. ഒന്നല്ല, നിങ്ങൾ ഞാൻ പറയാം ഒരു കാര്യം ചോദിക്കാണ്ട്. ഈ മക്ബറെ പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? രണ്ടും കൂടി പറയല്ലോ. ഇതിവിടെ ഉള്ളതാണ്, നടന്ന സംഭവങ്ങളുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റാണ്. നിങ്ങൾ ഇന്നലെ അത് ചെയ്യുന്ന ജനങ്ങൾ വിവരമില്ലാണ്ട്. അതെ അതെ, ഇപ്പോഴാണ് ചോദ്യക്കാർ വന്നിട്ടുള്ളൂ. ഇതുവരെ ഒന്നും ചോദ്യക്കാർ വന്നിട്ടില്ല. അതല്ല, നിങ്ങൾ ഇതുവരെ എവിടെ ഇരുന്ന് കുറച്ച് മുന്നിൽ ആ കസേരട്ട് കിട്ടിയെടുത്താണ്. ഇവിടെ മുന്നിക്ക് വന്നാണ്. നിങ്ങൾ പിന്നിലിരിക്കേണ്ടവരല്ലേ, നിങ്ങൾ മുന്നിലിരിക്കേണ്ട ആൾക്കാരാ. ഇവിടെ വന്നിരുന്നാണ്. ഇപ്പോഴല്ലേ ചോദ്യം റെഡി ആയിട്ട് വന്നിട്ട്. ഇത് വരി ആഴകുഴമ്പം ചോദ്യം, അങ്ങനെ മടക്കരമ ചവിട്ടിയമാരുള്ള ചോദ്യമല്ലേ. നിങ്ങളെ മൈക്ക നിങ്ങളെ കസേരട്ട് ഇവിടെ ഇരുന്നാണ്. എനിക്ക് ഒരു ഇരയെ കിട്ടിയത് ഇപ്പോഴാ. നല്ല വർത്താനം. എന്താ ചോദ്യം? ഇപ്പൊ സഹോദരൻ ചോദിച്ച 2 ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ അവരുടെ മുത്തകണ്ഠം പ്രശംസിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്, അപ്പൊ ആദ്യം നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് നിങ്ങളെയും സദസ്സിനെയും ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ഏത് ഒരു ചോദ്യകർത്താവ് ഒന്ന് ചോദിച്ചു, നിങ്ങൾ ആ പറഞ്ഞത് ശരിയായില്ല, അയാൾ ചോദിച്ചിട്ടില്ല. അതാ വിഷയം. ഇവിടെ ഓഡിയോ റെക്കോർഡ് ഉണ്ട്. അയാൾ ഈ കാണുന്ന ആളുകൾ ഒന്നാകെ മൂപ്പരര് ഞങ്ങളെക്കാളും ഇവിടെ ഇരിക്കുന്ന കാരണന്മാരായ ആലിമീങ്ങളെക്കാളും വലിയ എല്ലാമായിട്ട് ഇങ്ങനെ ബലസയാണ്. ചോദ്യം എന്താ? ഒരു ചോദ്യമില്ല. മൂപ്പർ ഞങ്ങളെ ഉപദേശിക്കുകയാണ്. എന്നാ ഉപദേശിക്കുന്ന കാര്യം ശരിയാകണ്ടേ? അതുമല്ല. അതിനെയാണ് ഞാൻ നേരത്തെ വിമർശിച്ചത്.
അത് നിങ്ങളല്ല ആര് പറഞ്ഞാലും വിമർശിക്കും ചെയ്യും. അതേപോലെ നമ്മളെ കയ്യിൽ തെറ്റുണ്ടോ നിങ്ങളെ തിരുത്തണം, പറയണം, ചൂണ്ടിക്കാണിക്കണം. സന്തോഷമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ആളെ ഞാൻ വിമർശിച്ചത്. അത് ആദ്യമായിട്ട് വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ ചോദ്യത്തിലേക്ക് കടക്കൂ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, എന്താ സ്വഹാബത്തിന്റെ കാലത്ത് അവിടെ ഒരു സ്വഹാബത്ത് കൂടി അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു, പ്രതിസന്ധി ഉണ്ടായി, എന്നിട്ട് വഫാത്തായ നബി തങ്ങളോട് എന്തെങ്കിലും ഒരു ആവലാതി ഓല് പറഞ്ഞോ? വല്ലാത്ത ചോദ്യം, നല്ല ചോദ്യമാണ്, അങ്ങനെ ചോദിക്കണം, അതാ ചോദ്യം. അപ്പോഴേക്ക് അതിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് മറ്റേ ആൾക്ക് വല്ലാതെ കെട്ട് ഇളകിപ്പോയിട്ട് മൂപ്പർ പറഞ്ഞു, ഖബറിന് പോയിട്ട് നിങ്ങൾ സുജൂദിന് അതിനാദ്യം തീരുമാനം പറയണം. എന്നാ അതിന്റെ തീരുമാനം ആദ്യം പറയാം, എന്നിട്ട് പോയി രണ്ടാമത്തെ, അങ്ങനെയല്ലേ? ഏറ്റവും കടുപ്പുള്ള മാതിരി മറുപടി പറയാം. അതൊക്കെ ചോദ്യമാണ്, നല്ല ചോദ്യം. ഞാൻ നിങ്ങളെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ നന്ദി പറയണത്, അല്ലാതെ തമാശക്ക് പറയല്ല. അതൊക്കെ ആളുകൾക്ക് സംശയമുള്ള ചോദ്യങ്ങളാണ്. ആളുകൾ മുജാഹിദുകൾ സാധാരണക്കാരെ വട്ടം കിടക്കുന്ന ചോദ്യമാണ്. അതൊക്കെ മറുപടി. വെറുതെ ഇങ്ങനെ ഇവിടെ മരിച്ചോടത്ത് യാസീൻ ഓതണോ? അതൊക്കെ ആർക്കാ തിരിയാത്തത്? യാസീൻ ഓതണമെന്ന് മരമുട്ടി പോലെ ഇടാൻ പാടില്ല എന്ന് ആർക്കാ തിരിയാത്തത്? അതിനെപ്പറ്റി ഇവിടെ വർത്താനില്ല. ഇപ്പൊ പറഞ്ഞതാ ചോദ്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ വല്ലാതെ ദേഷ്യമുള്ള നിങ്ങളെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. ഖബറുകൾ പോയി സുജൂദ് ചെയ്യുന്നുണ്ട്. സുന്നികളായ ഞങ്ങളാരും നിങ്ങൾ മഖ്ബറയിൽ പോയി സുജൂദ് ചെയ്യണമേ എന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല, പറയാൻ കൽപ്പിച്ചിട്ടില്ല, അത് ഏൽപ്പിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യണമെന്ന് അനുവാദം കൊടുത്തിട്ടില്ല. അത് സുജൂദ് ചെയ്യുന്നുണ്ടോ കടുത്ത അപരാധമാണ്, തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ് എന്ന് 100 വട്ടം 1000 വട്ടം വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊന്നുകൂടി ഇവിടെയും ഓർമ്മപ്പെടുത്തുന്നു. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അവരാ അറിയാതെ തെറ്റ് ചെയ്യാണ്, ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടതാകുന്നു. ഒന്നാമത്തെ ചോദ്യം. എന്താ മൈക്കാൻ കൊടുക്കുക ആൾക്ക്? അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്നാമത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല, മൂപ്പർക്ക് ധൃതി കൂടിയോണ്ട് അത് പറഞ്ഞതാണ്. ആ പറയും. അപ്പോ ഇങ്ങനെ ഔലിയാക്കന്മാരുടെ വരും മഹത്വങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഈ പാവപ്പെട്ട ജനങ്ങളാണല്ലോ ഈ വിവരമില്ലാണ്ട് പോയി ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യം വിലക്കേണ്ടതല്ലേ? അത് ഞാൻ പറഞ്ഞത് വിലക്കുന്നു. ഞാൻ എനിക്ക് പറഞ്ഞിട്ട് അടുത്ത് എനിക്ക് പണി മക്കബറിയിൽ വിലക്കാൻ ജോലിയല്ല, എനിക്ക് വേറെ ദർശനം നടത്താണ്ട് പരിപാടി ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഇത്രയും ആളുകൾ, ആയിരക്കണക്കായ ആളുകൾ പാലക്കാട് ജില്ലയിൽ ഒരുപക്ഷെ ഞാൻ ഒരുപാട് മുഖാമുഖ പഠിത്തമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത്ര വലിയൊരു ജനക്കൂട്ടം ഉള്ളത് എനിക്ക് ഓർമ്മയില്ല. ജിയാസിന് ഓർമ്മയില്ല. നല്ല സാസ ആയിരങ്ങളുണ്ട് ഇവിടെ. ഇവരോടൊക്കെ ഞാൻ പറയുന്നു, മഖ്ബറയിൽ പോയി സുജൂദ് ചെയ്യാൻ പാടില്ല, ഹറാമാകുന്നു, കടുത്ത തെറ്റാകുന്നു. ഞങ്ങളെ ആലിമീങ്ങളെ ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്, പാടില്ല. എന്താ? അസ്സുബ്ദത്തു സക്കിയ ഫീ തഹരീമി സുജൂദി തഹിയ്യ എന്ന അതിന്റെ പേരെന്നെ. എന്താ? തഹിയ്യത്തിന്റെ ഈ സുജൂദ് ചെയ്യൽ ഹറാമാണ്. ഫീ തഹരീമി സജദത്തി സുജൂദി തഹിയ്യ, സജദത്തി തഹിയ്യ എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അറിയോ? ഇതൊന്നും നിങ്ങൾ അറിയില്ല. നിങ്ങളെ മുജാഹിദ് മൗലവിമാര് പറഞ്ഞ് പറ്റിക്കണത് അങ്ങനെയല്ലേ, ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. ഞങ്ങൾ എല്ലായിടത്തും പറയാറുണ്ട്, എല്ലായിടത്തും പറയാറുണ്ട്, ഇവിടെയും പറയുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു കേട്ടാ മഖ്ബറയിൽ പോയാൽ കാര്യമായിട്ട് സുജൂദ് മാത്രമാണ് നിങ്ങളെ വിഷയം. അത് നിങ്ങൾ കളവ് പറയാന്ന് പറയാൻ അനുവദിക്കണം. അല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല. ഞങ്ങളെ നാട്ടിലും മഖ്ബറ ഉണ്ട്, അവിടെ ഒക്കെ ജാറങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ജാറങ്ങളിലേക്ക് പോകുന്നവരുമാണ്. അവിടെയൊന്നും ഈ സുജൂദ് ഇല്ല. ഇനി ഏതെങ്കിലും അമുസ്ലിമീങ്ങൾ വരും, പാവങ്ങള്, ആ അമുസ്ലിമീങ്ങൾ വരുമ്പോ അവർക്ക് എന്ത് വല്ല കഥയുണ്ട്? ഓല് മുത്തും അവിടെ തല വെക്കും, ചുണ്ട് വെക്കും, ഇങ്ങനത്തെ വെക്കുന്നവരുണ്ട്. അത് അമുസ്ലിമാണ്, ഓൽക്ക് എന്തിത്ത ദീന്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, അതൊക്കെ മുസ്ലിമീങ്ങളെ പെരടിയിൽ കെട്ടിവെക്കും വേണ്ട. ഇതും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇത് രണ്ടുമല്ലാത്തവർ തന്നെ വിശ്വാസികൾ ചിലപ്പോ തൊട്ട് മുത്താറുണ്ട്, ഉമ്മ വെക്കാറുണ്ട്, അല്ലെങ്കിൽ ചുംബനം നടത്താറുണ്ട്. അവിടെ ഉള്ളതൊക്കെ ഒന്നിങ്ങനെ ബറക്കത്തിന് വേണ്ടി ഇങ്ങനെ മുട്ടും, അല്ലെങ്കിൽ അവിടുത്തെ ആ ഉമ്മറപ്പടി ഒന്നിങ്ങനെ മുട്ടും, അങ്ങനെ, അല്ലെങ്കിൽ ആ തൂണ് അവിടെ അങ്ങനെ ഉള്ളതുണ്ടാവും ബറക്കത്തിന് വേണ്ടി. അത് ഈ പറഞ്ഞതിലോട്ട് പെടൂല്ല. ഇത് രണ്ടും രണ്ടാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ പാടെ കൂട്ടിക്കലത്തിയിട്ട് നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾ, നിങ്ങളൊക്കെ ഒരു വിവരസ്ഥര്, ഞങ്ങൾ മാത്രം പാവപ്പെട്ട ആൾക്കാര്, അങ്ങനെ നിങ്ങൾ പറയും വേണ്ട. ഞങ്ങൾക്കൊക്കെ അത് പാടില്ല എന്നുള്ള വിവരം ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഇല്ലേ? ഖബറിൽ സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് അറിയാത്തവരാരാളുള്ളത്? ആരുമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ പിന്നെ ഞങ്ങൾ മാത്രം ഒരു വിവരസ്ഥര്, ഞങ്ങളൊക്കെ ഒരു പോയത്തക്കാര് പറഞ്ഞാൽ അങ്ങനെ അത്ര മോശമാക്കും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് ഹറാമാണ്. ഞങ്ങൾ ഉലമാക്കൾ പഠിപ്പിച്ചതാണ്, ഞങ്ങൾ ജനങ്ങൾ ഇത് പഠിപ്പിക്കാറുള്ളതുമാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ അങ്ങനെ ചെയ്യുന്നത് വളരെ ഒറ്റപ്പെട്ട വല്ല ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം അവരോട് ഞാൻ പറയുന്നു, അവർ സുജൂദ് ചെയ്യാണോ പാടില്ല, അല്ല ചുംബിക്കുകയാണോ അതിന് മാത്രം അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലെ ബറക്കത്ത് ഉദ്ദേശിച്ച് ചെയ്യിക്കാറും അത് മോശമാക്കും വേണ്ട. മൈക്കാണ് കൊടുക്കുക. ഞാൻ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ മൂപ്പരെ ധരിച്ചത് അങ്ങനെയാണ്. ഞാൻ മൂപ്പരെ കുറ്റപ്പെടുത്തല്ല.
ഞാൻ മൂപ്പരെ കുറ്റപ്പെടുത്താൻ നല്ല എനിക്ക് സന്തോഷമായി അദ്ദേഹത്തിന്റെ ആ ചോദ്യം എനിക്ക് സന്തോഷമായി. കാരണം ആ നമ്മളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. നമ്മളത് തീർത്തു കൊടുത്ത് മൂപ്പർക്ക് അതൊന്നും പറയില്ല. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞങ്ങളത് ജയിക്കാനോ തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ഒന്നുമല്ല. അങ്ങനെ വരണം. അതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷണം. നമുക്കതിന് ഒന്നും പറയാനില്ല. ആരെങ്കിലും വിവരമില്ലാതെ ചെയ്യുന്നുണ്ടോ, ഒറ്റപ്പെട്ട ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, അത് ഹറാമാണ്, പാടില്ലാത്തതാകുന്നു. വിഷയം തീർന്നു. കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാല് അതങ്ങനെ ചിലടത്ത് ഒറ്റപ്പെട്ടതൊക്കെ ഉണ്ടാവും. ഒറ്റപ്പെടല്ല. കാരണം മന്നക്കുളം പള്ളിയില് ഞങ്ങൾ നിസ്കരിക്കുമ്പോ അവിടെ പോയി നിസ്കരിക്കാറുണ്ട്. ജാറത്തിന്റെ ഉള്ളിൽ പോകാറുണ്ടോ? കേട്ടിട്ട് പറയും. ഞാൻ അത് പറയട്ടെ. ഇത് നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ മക്ബർ ഇതിന്റെ മിമ്പറിന്റെ അവിടെ നിന്ന് ഞങ്ങൾ നമസ്കരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരിന് പറഞ്ഞ ഇപ്പുറത്ത് പോയി നിസ്കരിക്കുന്നു പറഞ്ഞു. കാരണം അതിന് മക്കാമാണ് അതിന്റെ മേരെ അപ്പുറത്ത്. അപ്പൊ ഇവിടെ നിസ്കരിച്ച കൂലി പ്രതിഫലം കൂടുതൽ കിട്ടും, ബർക്കത്ത് കിട്ടും എന്നുള്ള ധാരണ. അങ്ങനെ നിസ്കരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ വേറെ അവിടെ ആ മക്കാമിന്റെ ഉമ്മർത്ത് നിന്ന് സുജൂദ് നമസ്കരിച്ചാൽ ബർക്കത്ത് കിട്ടും എന്ന് അവര് പറഞ്ഞു. ആ രീതിയിൽ ഞാൻ അതാണ് അൽഹംദുലില്ലാ. അപ്പൊ കുറച്ചുകൂടി ഞാൻ പറഞ്ഞത് ശരിയാന്ന് വന്നു. ശരിയാണോ? കാരണം മക്കാമിൽ പോയിട്ട് സുജൂദ് ചെയ്യല്ല. അതുകൊണ്ട് മന്നക്കുളം പള്ളിയില് മന്നക്കുളം പള്ളിന്റെ അവിടെ ഇതേപോലെ നിസ്കരിക്കാൻ പോയപ്പോ വേറൊരു വ്യക്തി എങ്ങനെ ചെയ്തു. അപ്പൊ പറഞ്ഞ എന്താ ഇവിടെ നിസ്കരിച്ചൂടെ എന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം പറഞ്ഞത് മാത്രം. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായി. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സംഗതി. മൂപ്പറും തന്നെ പറഞ്ഞ മക്കാമ പോയിട്ട് സുജൂദല്ല. മൂപ്പറും പറഞ്ഞത് മക്കാമിന്റെ നേരെ നിന്നിട്ട് പള്ളിയിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. അതാ വിഷയം. അല്ലാതെ മക്ബറക്ക് സുജൂദ് ചെയ്യല്ല. അതിനൊരു കുഴപ്പമില്ല. ഞങ്ങൾ ധരിച്ചെടുത്തുള്ള തകരാറാണ്. അത് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതാ. ഏത് ഈ മഖാം പിന്നെ അല്ലാഹു ശപിച്ചിരിക്കുന്നു ആരെ? മസ്ജിദുകൾ, പള്ളികൾ, മഖബറകളെ പള്ളിയാക്കിയവരെ, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതൻ അവര് പറഞ്ഞു. എന്താ പറയുന്നത് എന്നറിയോ? അങ്ങനെ ഒരു അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ് എന്ന് കരുതിയിട്ട് ഒരു ജാറം, ഒരു മഖബറ, അതിന്റെ പരിസരത്തൊരു പള്ളി, ആ പള്ളിയുടെ അടുത്ത് നിന്ന് നിസ്കരിക്കുന്നു. മഖബറയുടെ അരികിൽ നിന്ന് പള്ളി, അതിൽ വെച്ച് നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കരിച്ചാൽ അത് ഈ ശാപത്തിന്റെ പരിധിയിൽ പെടുകയില്ല. പെടൂല. നിങ്ങൾ ധരിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പോകാം. നിങ്ങൾ ധരിച്ചത് തകരാറാ. അല്ലാതെ മഖബറയിൽ പോയി സുജൂദ് ചെയ്യലല്ലാതെ ഇപ്പൊ മൂപ്പരന്നെ പറഞ്ഞു. ചില ആൾക്കാർ അവിടെ എന്ത് ചെയ്തു? മഖാമിന്റെ നേരെയുള്ള പള്ളിയിൽ ആ ഭാഗത്ത് നിന്ന് സുജൂദ് ചെയ്യുന്നു. അതിനൊരു കുഴപ്പമില്ല. ഓല് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. സുജൂദ് അള്ളാഹുവിന് ചെയ്യാണല്ലോ, പള്ളിയിൽ വെച്ച് ചെയ്യുവാണ്. മഖാം അപ്പുറത്തുണ്ട് വെച്ചിട്ട് ഓടണം എന്നൊന്നും ഒരു കിതാബിലും ഇല്ല. അത് നിങ്ങൾ ധരിച്ചിടത്തുള്ള തകരാറാണ്. ആ ധാരണ തിരുത്തല്ലാതെ വേറെ ഒരു പരിഹാരവും ഇല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന ഹദീസിന്റെ പരിധിയിൽ ഇത് പെടുകയില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തന്നെ ഫത്ഹുൽ ബാരിയിൽ സ്വഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മുസ്ലിമീങ്ങൾക്ക് അറിയാം. അതാണ് ഞങ്ങൾ ഈ പള്ളികളിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ മഖബറ, നിങ്ങളെ ചോദ്യം ആദ്യം കേട്ടു നോക്കുമ്പോ മഖബറയിൽ ഇവിടെ നമ്മളെ ഇവിടുത്തെ പാലക്കാട് മഞ്ഞക്കുളം മഖബറയിൽ എല്ലാവരും കൂടി പോയിട്ടുള്ള നേരം അവിടെ പോയി സുജൂദ് ചെയ്യാന്ന് നിങ്ങളെ ചോദ്യത്തിൽ നിന്ന് വരിക. ഞങ്ങൾക്ക് ആകെ ബേജാറായി. ഞാനും മഞ്ഞക്കുളം മഖാമിൽ പോയി സിയാറത്ത് ചെയ്ത ആളാണ്, ചെയ്യാറുള്ള ആളുമാണ്. ഞാൻ അവിടെ ഇതുവരെ ഒരു സുജൂദ് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഈ നാട്ടുകാരനല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. നിങ്ങൾ നാട്ടുകാരാണ്. എന്നാ ഞാൻ കരുതിയത് അവിടെ ഉള്ളവരൊക്കെ പോയി മഖബറമ്മ പോയി സുജൂദ് ചെയ്യാൻ ഇവിടുത്തെ പണിയുന്ന. അപ്പൊ നോക്കുമ്പോ നിങ്ങളെന്നെ പറഞ്ഞത് അങ്ങനെയല്ല. അതിന്റെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് സുജൂദ് ചെയ്യാണ്. പള്ളിയിൽ നിൽക്കരിക്കുമ്പോ സുജൂദ് ചെയ്യണം എങ്ങനെ ഇതിൽപ്പെടുക? അപ്പൊ കണ്ടോളൂ നിങ്ങൾ, വിഷയം ലളിതമാണ്. നമ്മൾ ആദ്യം കരുതിയ വമ്പില്ലപ്പോ വയനാട്ടിൽ കല്യാണത്തിനുമായിരിപ്പോ പോയപ്പോ വമ്പിന് എവിടുക്കാ വയനാട്ടുകാർ ഇവിടെ പോന്നപ്പോ ചാക തണുപ്പായി, കാറ്റ് ചെവിടൊക്കെ അടച്ച് ആകെ എവിടുന്ന വയനാട്ടിൽ നിന്നാ എന്നാ പരുവത്തിലായി. ഇപ്പൊ അല്ല അങ്ങനല്ല. പിന്നെ അതിന്റെ അടുത്തുള്ള പള്ളിയിൽ നിന്നാണ്. കണ്ടോ നിങ്ങൾ, വിഷയം ലളിതമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ആരോപണം പറയുമ്പോ ഇതൊക്കെ ഈ നാട്ടുകാരാണ്. ഞാനേ പുറത്തുള്ളവരുള്ളൂ. ഇവിടെ നിങ്ങളൊക്കെ പാലക്കാട്ടുകാരാ. നിങ്ങൾക്കറിയാം മഞ്ഞക്കുളം മഖാമിൽ എന്താ നടക്കരുത്. അപ്പൊ ഈ കളവ് ഇങ്ങനെ ഇല്ലാത്തത് അതിശയോക്തി കൂട്ടിയൊന്നും പറയരുത്. ഉള്ളത് പോലെ പറയണം.
അതുകൊണ്ട് നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി അതാണ് എന്ന് പറയുന്നു. ഇനി മറ്റേ ആള് ആദ്യം ചോദിച്ച ആളുണ്ടായിരുന്നു, ഞങ്ങളെ മറുപടി പറഞ്ഞിട്ടില്ല, മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല, മൂപ്പര വല്ലാത്ത ആ മുട്ടാണ് തീർത്തതാണ്. ഇനി ഞാൻ നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയുന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് സ്വഹാബികൾ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു? ആ സ്വഹാബികൾ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനോട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി അവരാരെങ്കിലും റസൂലുള്ളാഹിയോട് വിളിച്ച് തേടിയോ? വിളിച്ചു പ്രാർത്ഥന എന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പൊ ഞാൻ അതൊന്ന് വിശദീകരിക്കണം ആദ്യമായിട്ട്. എന്നാലാണ് എന്താ അവിടെ പ്രസിഡന്റ് എന്ത് നിങ്ങൾ മുന്നിലേക്ക് ഇരിക്കുന്നത്, നിങ്ങൾ ബാക്കിൽ ഇരിക്കുക. നിങ്ങളൊന്നും ബാക്കിൽ ഇരിക്കേണ്ട ആൾക്കാരല്ലേ, നിങ്ങൾ മുന്നിലേക്ക് ഇരിക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുക, അതാ സന്തോഷം. എന്ത് എങ്ങനെ ചോദിക്കാണ്ടോ? നിങ്ങളെ ചോദിക്കുന്നില്ല. ആ മൂപ്പര് ലോഹർ നമസ്കരിക്കുന്ന സമയത്താണ് ചോദിച്ചപ്പോഴാണ് പറയണത്, ഇവിടുന്ന് നിസ്കരിച്ച പോരിശ കിട്ടും, അങ്ങനെ നെയ്യത്ത് വെച്ചാൽ നമസ്കാരം ശരിയാകുമോ? ഒരു കുഴപ്പമില്ല. ഓ ശരിയാവേ. ആ എന്താ ശരിയാവും, അത് തെറ്റാവുന്ന ഒരു കിതാബിലില്ലേ? കബറിന്റെ അവിടെ വെച്ച് കബറിന്റെ അവിടെ വെച്ചല്ലേ, കബർ അവിടെ പള്ളിയിലല്ല നിസ്കരിക്കണേ. പറയുന്ന വ്യക്തിന്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. നിസ്കാരം എവിടെ വെച്ചിട്ടാ? കബറിന്റെ ഇപ്പുറത്തെ മെമ്പർ ഉണ്ടല്ലോ ഒഴിഞ്ഞു കിടക്കുന്ന നിസ്കാരം കബറിങ്ങലോ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അതൊക്കെ ശരിയാ, അതൊക്കെ ശരിയാ. ഞാൻ പറഞ്ഞേക്ക് ഇയാളെ അതിന് മറുപടിയാ പറയണത്. ഈ നിസ്കാരം പള്ളിയിലാണോ മക്ബറയിലാണോ എന്ന് എന്റെ ചോദ്യം. അല്ല അത് എവിടെ ആയാലും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ അവിടെയാണ് പോയത്. സൈഡിൽ തന്നെയാണ്. കറക്റ്റ്. അതെ കറക്റ്റ്. അവിടെ അപ്പൊ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ ആദ്യം പറഞ്ഞത് ശരിയല്ല എന്ന് മനസ്സിലായി. അതെന്താ? കബറിങ്ങ് പോയി മക്കാമ് പോയി സുജൂദ് ചെയ്യുന്നു ഞങ്ങൾ തുടങ്ങിയത്. നിങ്ങൾ ഈ ജനങ്ങൾ സാധുക്കളാണ്, വിവരമില്ലാത്തവരാന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട് അലറി ആദ്യം അല്ലേ? അത് ശരിയല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മക്ബറയിലല്ല ഈ സുജൂദ്, മക്ബറയിലല്ല ഈ സുജൂദ്. പിന്നെ എവിടെ? പള്ളിയിലാണ്. പള്ളിയിൽ എപ്പോഴാ സുജൂദ്? ളുഹർ നിസ്കരിക്കുമ്പോഴാണ്. ആർക്കാ സുജൂദ്? അള്ളാഹുവിന് വേണ്ടിയാണ്. പിന്നെ എന്താ പ്രശ്നം? ഈ നിസ്കരിക്കുന്ന ആള് നേരെ അപ്പുറത്ത് മക്കാമാണ്, ആ മക്കാം അവിടെ ഉണ്ട്, അതിന്റെ അടുത്ത് ചാരത്ത് ഞാൻ നിൽക്കട്ടെ എന്ന് കരുതി. എന്താ പ്രശ്നം? ഇതിനപ്പൊ മൂപ്പര് മക്ബറക്ക് സുജൂദ് ചെയ്യുന്നു പറഞ്ഞത്. എത്ര വലിയ ദുർവ്യാഖ്യാനം നിങ്ങൾ നടത്തിയത്. പച്ച മലയാളത്തിലല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചപ്പോ നിങ്ങളെ ഇളകിയത് ഞങ്ങൾ കണ്ടതല്ലേ? മക്ബറക്ക് സുജൂദ് നീ കണ്ട വിശ്വാസികൾ പാപങ്ങൾ അവരൊക്കെ വിവരമില്ലാത്ത നിങ്ങൾ കേട്ട് അലറിയില്ലേ? നിങ്ങൾ അലറിയത് ഇപ്പൊ ചോദിച്ച് വിഷയം എങ്ങനെ ഞാൻ സാവകാശം പതുക്കെ ഇങ്ങനെ ഹല്ല് ചെയ്ത് ചോദിച്ചു നോക്കുമ്പോ സുജൂദ് എവിടെ അല്ല, മക്ബറയിലല്ല, പിന്നെ എവിടെ? പള്ളിയിലാണ്. പിന്നെ ഇപ്പൊ എവിടെ കുഴപ്പം? ആ പള്ളിന്റെ അപ്പുറത്ത് മക്ബറ ഉണ്ട്. അതിന് എന്ത് കുഴപ്പമുള്ളത്? പള്ളിന്റെ അപ്പുറത്ത് മക്ബറ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാറം മദീനത്തെ പള്ളിയിലല്ലേ? പള്ളിന്റെ ഏകദേശം ഒരു ഉൾഭാഗത്തല്ലേ ഉള്ളത്. അതിന്റെ അപ്പുറം ആള് നിസ്കരിക്കുന്നു, ഇപ്പുറം നിസ്കരിക്കുന്നു, പിന്നിൽ നിസ്കരിക്കുന്നു, മുന്നിൽ നിസ്കരിക്കുന്നു. അത് ഖബറിന് സുജൂദ് ചെയ്യല. നിങ്ങൾ മദീനത്ത് പോയിട്ട് ചെയ്യും, ഞങ്ങളൊക്കെ പാടെ കൂടി ഒരു വിസ എടുത്ത് തരാം, എന്നിട്ടെങ്കിലും നിങ്ങൾ അത് പോയി കാണി. ഈ ജാതി പൊട്ടത്തരം മേലിൽ പറഞ്ഞു പോകരുത്. മുജാഹിദ് വിശ്വാസമാണെങ്കിൽ തന്നെ മണ്ടത്തരം പറയരുത് മുജാഹിദാന്ന് കരുതിയിട്ട്. ഞങ്ങൾ മുജാഹിദുകളാണ്, ഞങ്ങൾക്ക് എന്ത് മണ്ടത്തരവും പറയാൻ അങ്ങനെ നിങ്ങൾ കരുതരുത്. മുജാഹിദാണെന്ന് കരുതി പരമാവധി ഒരു പരിധി വരെയുള്ള മണ്ടത്തരങ്ങളെ പറയാവൂ, ശരിയായ ഒക്കപ്പാടെ പറഞ്ഞു പോകരുത്. അതുകൊണ്ട് ആ പൊട്ടത്തരം പറയരുത്. മദീനത്തെ പള്ളിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് എവിടെ? മദീനത്തെ പള്ളിയിലല്ലേ? അതിന്റെ ചാരത്ത് ഇപ്പുറത്ത് ആള് നിൽക്കുന്നു, ഇപ്പുറത്ത് നിൽക്കുന്നു, അപ്പുറത്ത് നിൽക്കുന്നു, നാല് ഭാഗത്തും എന്ന് പറയുന്നത് പോലെ ആളുകൾ നിന്ന് നിസ്കരിക്കല്ലേ? അതൊക്കെ ഖബറിന് സുജൂദ് ചെയ്യല. എവിടുന്ന നിങ്ങൾ വരുന്നത്? നിങ്ങൾക്ക് ആരത് പഠിപ്പിച്ചെന്നത്? അങ്ങനെ ഒരാൾ അവിടെ നിന്ന് സുജൂദ് റസൂലുള്ളാഹിന്റെ ചാരത്താ ഞാൻ നിൽക്കണത്. അല്ലാഹ് അൽഹംദുലില്ലാ, ഞാൻ ദൂരെ നിൽക്കണത്, റസൂലുള്ളാഹിന്റെ ഇത്ര അടുത്തല്ല ഞാൻ നിൽക്കണത് എന്നൊരാൾ കരുതി സന്തോഷത്തിൽ അവിടെ നിന്ന് സുജൂദ് ചെയ്തു. അതിലൊരു നിങ്ങളിത് ഞാൻ പറയണത് കേൾക്കി, നിങ്ങളെ ദേഷ്യവും പിരാന്തൊക്കെ പിന്നാക്കാം. ഇത് പറയണതൊന്ന് പഠിക്കി, മതം പഠിക്കി. വഹാബികളെ തന്നെ നിങ്ങൾ കേൾക്കല്ലേ? ദീൻ അറിയുന്ന ആളുകൾ പറഞ്ഞത് ഒന്ന് കുറച്ച് കേൾക്കി. അതാ നിങ്ങൾക്ക് കുഴപ്പം പറ്റിയത്. റസൂലുള്ളാഹിന്റെ ചാരത്ത് നാല് ഭാഗത്തും ആളുകൾ നിസ്കരിക്കുകയാണ്. സൗദി ഗവൺമെന്റാണ് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അത് ശിർക്കാണെങ്കിൽ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുമോ? ഇനി അതൊക്കെ അടക്കട്ടെ, നമ്മളെ കേരളത്തിലെ സമസ്തി സുന്നിയൊക്കെ വിടിങ്ങള്. സൗദി ഗവൺമെന്റ് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക. അപ്പുറത്തും ഇപ്പുറത്തും. അവിടെയൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് നിൽക്കുന്ന ആളുകൾ തെക്കും തിരക്കും. എന്താ തിരക്ക്? അവിടെ പോയി നോക്കി അറിയാം. നിങ്ങൾ പോയിക്കണോന്ന് എനിക്കറിയില്ല. നാല് ഭാഗത്തും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ നിൽക്കുകയാണ്. അത് ശിർക്ക, അത് ഖബറിന് സുജൂദാ. ഒരു മനുഷ്യൻ പറയും, മൂക്ക് ഇവിടേക്കായ മനുഷ്യൻ പറയോ? പറയില്ല. വല്ലവരും പറയുകയാണെങ്കിൽ
ഞാൻ പറഞ്ഞില്ല അതിന്റെ ബാക്കി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ജാതി ഒന്നും പറയരുത്. നിങ്ങൾ സൗമ്യമായി ശാന്തനായി മതം പഠിക്കണം എന്ന് കരുതിയിട്ട് പറയുങ്ങൾ. അങ്ങനെ ചോദിക്കും. നിങ്ങൾ കഥയില്ലാതെ അലറല്ലി എന്നിട്ട് വിഷയം പഠിക്കുക. അപ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ. ഇനി വല്ലതും ചോദിക്കാണ്ടെങ്കിൽ പറയില്ല.